അപ്പോൾ നമ്മളെ സ്ഥലം നല്ല അടിപൊളിയല്ലേ. ഇവിടെ ഇങ്ങനെ വന്നിരുന്നപ്പോഴേ കാറ്റുള്ളപ്പോൾ ഒരു സംഭവമാണ് ഓർമ്മ വന്നത്. ഒരു കോമഡിന് നിങ്ങൾക്ക് കേൾക്കാൻ സമയം ഉണ്ടെങ്കിൽ ഒന്ന് കേട്ടാൽ മതി. അതായത് നമ്മളെ മലയാളീസിൻ്റെ ഒരു സ്വഭാവം ഉണ്ടാ എന്താണെന്നറിയോ, ചൈനയിൽ എന്ന് പറഞ്ഞാൽ ഞണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡുള്ളൊരു സമയം ഉണ്ടായിരുന്നു പണ്ട്. ഭയങ്കര ചിലവാണ് അവർ. അപ്പോൾ അവിടുത്തെ ഞണ്ടെന്ന് പറഞ്ഞാൽ അവർ പിടിച്ചുകൊണ്ട് വരും. മറ്റേ ബക്കറ്റില്ലേ അതിൽ മൂടി വെക്കും. അവർ വിൽക്കേണ്ട സ്ഥലത്തി കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് വെക്കും. അത് തുറക്കും, മൂടി തുറക്കുമ്പോൾ അങ്ങോട്ട് ഞണ്ടുകൾ അങ്ങോട്ട് ചാടി പുറത്തേക്ക് അങ്ങോട്ട് ചാടും, ഒക്കെ പുറത്തേക്ക് അങ്ങോട്ട് ചാടും. അപ്പോൾ ഇവരിങ്ങനെ ഓരോന്ന് പിടിച്ച് ബക്കറ്റിലേക്ക് വീണ്ടും ഇടുക, അങ്ങനത്തെ ഒരു സംഭവം വരുന്നു. അപ്പോൾ ഒരു നാൾ ചൈനയിൽ ഞണ്ടിന് ക്ഷാമമായി കിട്ടാനില്ല. അപ്പം ഞണ്ട് ഇവർ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ കേരളത്തിൽ നിന്ന് ഞണ്ടിനെ കൊണ്ടുവരാന്ന് വെച്ച്. അപ്പോൾ ഞണ്ടിനെ കൊണ്ടുവരാന്ന് വെച്ചപ്പോൾ കേരളത്തിൽ നിന്ന് ഇവർ ഞണ്ടിനെ അങ്ങനെ ഓർഡർ ചെയ്ത് കേരളത്തിലത്തെ ഞണ്ട് ചൈനയിലെത്തിയപ്പോൾ ബക്കറ്റിൽ തന്നെയാണ് കൊണ്ടുവന്നത്. ബക്കറ്റ് തുറന്നപ്പോണ്ട് ഞണ്ടുകൾ പുറത്തേക്ക്, അവിടുത്തെ ഞണ്ടുകളെ പോലെയല്ല, പുറത്തേക്ക് ചാടണില്ല, ഒക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക. എനങ്ങനുണ്ട് പക്ഷെ ചാടണില്ല. പക്ഷെ ചൈനയിലത്തെ ഞണ്ടോ തുറന്നു കഴിഞ്ഞാൽ അപ്പം ചാടും, ഇത് ചാടണില്ല. അപ്പോൾ ചൈനക്കാർക്ക് ഭയങ്കര അത്ഭുതമായി, ഇതെന്ത് സംഭവം, നമ്മൾ ഞണ്ട് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന ഞണ്ട് ഇങ്ങനെ. അപ്പോൾ ഇവർ സെർച്ച് ചെയ്യാൻ വേണ്ടി നിന്ന് എന്താണ് ഇതിൻ്റെ പൊരുളെന്ന് അറിയണ്ടേ. അപ്പോൾ സെർച്ച് ചെയ്യാൻ നിന്നപ്പോൾ ഇവർ നന്നായി ശ്രദ്ധിച്ചപ്പോണ്ട് ഒരു ഞണ്ട് വലിച്ച് മുറുക്കി പിടിച്ചിരിക്കുക, പുറത്തേക്ക് ഇറങ്ങാൻ വിടണില്ല. പുറത്തേക്ക് ഇറങ്ങാൻ വിടണില്ല, ഓരോന്നിനെയും പിടിച്ച് അടിയിലേക്ക് ഇങ്ങനെ വലിച്ച് എടുക്കണ്, ഒന്നിനെയും പുറത്തേക്ക് ചാടാൻ സമ്മതിക്കില്ല. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഒരാൾ നന്നാവണത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ആരെ രക്ഷപ്പെടാൻ ചിലവർ സമ്മതിക്കൂല. Allah badasnak, namala matrum distrikanat, Allah badasnak, namala matrum distrikanat badasnak, adenne, namala ne, kan dedikana ningalenne.